ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ അഴിമതി നിരോധന നിയമപ്രകാരം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ എടുത്തായിരുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗം നോക്കാം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 പാർട്ട് 2. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ സെക്ഷൻ 15 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സെക്ഷൻ 15 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്ത സെക്ഷൻ 16ലേക്ക് കടക്കുന്നു. മാറ്റേഴ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ഫിക്സിംഗ് ഫൈൻ. ഇപ്പം നമ്മുടെ ഈ പറയുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചില പെർട്ടിക്കുലർ ഓഫൻസുകളുടെ ശിക്ഷകൾ എന്താന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഫൈൻ, പിഴ തുകയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിക്കുന്ന സമയത്ത് പിഴ പറയുമല്ലോ, പിഴ നിശ്ചയിക്കുമല്ലോ. അപ്പോൾ ഈ പിഴ നിശ്ചയിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യൽ കോടതി അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് കൺസിഡർ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഒരു അക്യൂസ്ഡിനെതിരെ ഇത്ര രൂപ നിങ്ങൾ പിഴ സമർപ്പിക്കണം, ഇത്ര രൂപ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കണം എന്നുള്ളൊരു ഉത്തരവ് ആ ഒരു വ്യക്തി, അതായത് നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് പാസ്സാക്കുന്ന സമയത്ത് സ്പെഷ്യൽ ജഡ്ജ് കൺസിഡർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പ്രതി അല്ലെങ്കിൽ നമ്മുടെ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഈ ഒരു അഴിമതി നടത്തിയത് കാരണം അല്ലെങ്കിൽ അതിൽ പങ്കാളിയായത് കാരണം അദ്ദേഹം എത്ര സ്വത്ത് സമ്പാദ്യമാണ് അദ്ദേഹം നേരിട്ടത് അല്ലെങ്കിൽ നേടിയത് എന്നുള്ള കാര്യമാണ് ആദ്യം കൺസിഡർ ചെയ്യാനുള്ളത്. ഈ ഒരു അഴിമതി നടത്തിയത് കാരണം അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി എത്ര സ്വത്ത് സമ്പാദ്യമാണ് ആ ഒരു വ്യക്തി നേടിയത്, ഈ ഒരു കാര്യമാണ് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള. അല്ലാതെ ആ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഇതൊന്നും നോക്കാറില്ല. ഇതാണ് നോക്കാനുള്ള കാര്യം. But the court in fixing the amount of fine shall take into consideration the amount or value of the property. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ആണ് എങ്കിൽ അങ്ങനെ, of which the accused person has obtained by committing the offence or where the conviction is for an offence referred to in clause B of subsection 1 of section 13. അപ്പോൾ നമ്മുടെ സെക്ഷൻ 13 പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ അധികാര പരിധിയിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് എന്തോ കാര്യമായിക്കോട്ടെ, അപ്പം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം അല്ലെങ്കിൽ അദ്ദേഹമാണ് കസ്റ്റോഡിയൻ, അങ്ങനെയുള്ള ഒരു കാര്യം ആ ഒരു വ്യക്തി സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയോ എന്നുള്ള തെറ്റാണ്. ഇപ്പോൾ ദ പെക്യൂണിയറി റിസോഴ്സ് ഓർ പ്രോപ്പർട്ടി റിഫർ ടു ഇൻ പെക്യൂണിയറി റിസോഴ്സ് എന്താന്ന് പറഞ്ഞു, മണി ആയിട്ടുള്ള കാര്യങ്ങൾ, മോണിറ്ററി ആയിട്ടുള്ള അസറ്റ്സ് അല്ലെങ്കിൽ ഈസി ആയിട്ട് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് പെക്യൂണിയറി റിസോഴ്സ് എന്ന് പറയുന്നത്. ഓർ പ്രോപ്പർട്ടി റിഫർ ടു ഇൻ ദിസ് ക്ലോസ്. ഈ കാര്യങ്ങളാണ് ഈ പറയുന്ന സ്പെഷ്യൽ ജഡ്ജ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ചാപ്റ്റർ 4ലേക്ക് വരാം. ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു കേസസ് അണ്ടർ ദിസ് ആക്ട്. ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു കേസസ് അണ്ടർ ദിസ് ആക്ട്. ഇപ്പോൾ സെക്ഷൻ 17 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലുള്ള പ്രൊവിഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. നമ്മുടെ ഈ ആക്ട് മാത്രമല്ല, പല ആക്ടിലും ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരം? ഇപ്പോൾ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് എങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് എങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ. ഇനി ഇപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസ് അല്ല എങ്കിൽ നമ്മുടെ ബോംബെ, മെട്രോപൊളിറ്റൻ ഏരിയാസ് ഓഫ് ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് ആക്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അഹമ്മദാബാദ് അല്ലെങ്കിൽ മദ്രാസ് ഈ സ്ഥലങ്ങളൊക്കെയാണ് എങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, അതായത് ACP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഈ ഒരു കേസ് അന്വേഷിക്കാൻ. ഇപ്പോൾ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തി. അപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസ് ഓഫ് ബോംബെ, കൽക്കട്ട, മദ്രാസ്, അഹമ്മദാബാദും കൂടെ എടുത്ത് പറയുന്നുണ്ട്. ആക്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ മറ്റേതെങ്കിലും മെട്രോപൊളിറ്റൻ ഏരിയ ആണെങ്കിൽ ACP റാങ്കിൽ കുറയാത്തൊരു വ്യക്തി. ഇനി ബാക്കി ഏതൊരു സ്ഥലത്തും DSP റാങ്കിൽ കുറയാത്തത്, DSP ആണ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. നമ്മുടെ ഇപ്പോൾ ഒട്ടുമിക്ക പോലീസ് ഫോഴ്സുകളിലും DSP എന്നാണ് പറയുന്നത്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന്. ഇപ്പം നമ്മുടെ കേരള പോലീസിലാണെങ്കിൽ DYSP എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനമാണ് നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന് ആ ഒരു റാങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കണം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു മജിസ്ട്രേറ്റിന്
മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് അല്ലെങ്കിൽ DSP റാങ്കിൽ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാണ്ട് തന്നെ ഡെപ്യൂട്ടി SP-ക്ക് അന്വേഷണം നടത്താവുന്നതാണ്. അതേപോലെ തന്നെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും പറ്റും. ഈ DYSP-ക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ CJM ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയോ ഉത്തരവിൻ്റെ ബേസിസിൽ മാത്രമേ കേസ് അന്വേഷണം നടത്താൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ വാറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റും മറ്റ് മെട്രോപൊളിറ്റൻ ഏരിയാസ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ DSP elsewhere of a DSP ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് Superintendent of Police or a police officer of equivalent rank shall investigate any offence punishable under this act. അപ്പം അങ്ങനെ ഈ പറയുന്ന DSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡറോ വാറൻറ്റോ ഒന്നും വേണ്ട. അല്ലാണ്ട് തന്നെ ഈ പറയുന്ന കേസ് അന്വേഷിക്കാനും അതേപോലെ തന്നെ വാറൻറ്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനും സാധിക്കും. അതിന് താഴെയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ പറയുന്ന വാറൻറ്റും ഓർഡറും ഒക്കെ വേണ്ടി വരും. ഇനി അതേപോലെ തന്നെ നമ്മുടെ സർക്കാർ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള ആ സർക്കാർ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ ജനറൽ ഓർഡർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡേഴ്സ് വഴി ഈ പറയുന്ന ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു വ്യക്തി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തിയെ ഈ ഒരു കേസ് അതായത് അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാൻ ഓതറൈസ് ചെയ്യുവാണ് എങ്കിൽ ആ ഒരു ഇൻസ്പെക്ടറിനും അന്വേഷിക്കാം. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലും ഒരു മജിസ്ട്രേറ്റ് അതായത് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാണ്ട് തന്നെ ഈ ഒരു ഇൻസ്പെക്ടറിന് കേസ് അന്വേഷിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന മജിസ്ട്രേറ്റ്സിൻ്റെ വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. പ്രൊവൈഡഡ് സർക്കാർ ഈ ഒരു ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഓർഡർ വഴി അപ്പോയിന്റ് ചെയ്തിരിക്കണം. Provided that if a police officer not below the rank of an inspector of police is authorized by the state government in this behalf by general or special order, he may investigate any such offence without the order of a metropolitan magistrate or a magistrate of first class as the case may be, or make arrest therefore without a warrant. ഈ കാര്യങ്ങൾ തന്നെയാണ്. വേർഡിങ്സ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. വളരെ ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് തന്നെയാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വേർഡിങ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട. ഇനി provided further that an offence referred to in clause B of subsection 1 of 13 നമ്മുടെ ക്രിമിനൽ മിസ്കണ്ടക്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ SP റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തി അന്വേഷിക്കാൻ പാടില്ല. ക്രിമിനൽ മിസ്കണ്ടക്ട് ഉണ്ട്, അഴിമതി നിരോധന നിയമപ്രകാരം ഒരു ക്രിമിനൽ മിസ്കണ്ടക്ട് ഉള്ള ഒരു കേസാണ് എങ്കിൽ SP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി സ്റ്റേറ്റ് അമെൻമെൻറ്റ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്റ്റേറ്റ് അമെൻമെൻറ്റ് നമ്മുടെ ജമ്മു കാശ്മീരിലെ സ്റ്റേറ്റ് അമെൻമെൻറ്റിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സ്റ്റേറ്റ് അമെൻമെൻറ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്. അപ്പോൾ അതിൽ 17B ജമ്മു കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്കകത്ത് അഴിമതി തടയാൻ വേണ്ടി ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ ഗവൺമെൻറ് ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്ന ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് 17B സെക്ഷൻ 17 ക്യാപിറ്റൽ Bക്കകത്ത് പറയുന്നത്. അതായത് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അഴിമതി തടയാൻ വേണ്ടി ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി പിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൻ്റെ ഡയറക്ടറിനെയും മറ്റ് ഓഫീസേഴ്സിനെയും മറ്റ് സ്റ്റാഫുകളെയും യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീർ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യണം. എത്ര പേരാണോ വേണ്ട അതനുസരിച്ച് അപ്പോയിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ ഒഴികെയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പോയിന്റ് വരുന്നത്? അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതേ സംഭവം ഉണ്ട്. എന്താ അതിൻ്റെ പേര്? VACB, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതും ഇതേ ഡയറക്ടർ തന്നെയാണ്, നമ്മുടെ വിജിലൻസ് ഡയറക്ടർ എന്ന് പറയുന്ന IPS റാങ്കിലുള്ള ഒരു വ്യക്തിയാണ്. അറിയാവുന്ന കാര്യമല്ലേ?
അതേ സംഭവം തന്നെയാണ് ഇപ്പം ഈ പറയുന്ന ആന്റി കറപ്ഷൻ ബ്യൂറോയുടെയും തലപ്പത്ത് ഈ പറയുന്ന IPS കാരൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ മറ്റ് ഓഫീസേഴ്സിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ക്വാളിഫിക്കേഷൻസ് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ സർക്കാർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ആ ക്വാളിഫിക്കേഷൻസ് ഒക്കെ സ്പെസിഫൈ ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവരുടെ സർവീസ് കണ്ടീഷൻസ്, ഇവരുടെ ടേം ഓഫ് സർവീസ്, എത്ര നാളാണ് ഇവരുടെ കാലാവധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഡയറക്ടറിനും ഉൾപ്പെടുന്നതാണ്. ഇപ്പം നമ്മുടെ VSEB, നമ്മുടെ വിജിലൻസ് ഡയറക്ടർ ആണെങ്കിൽ അദ്ദേഹം എത്ര നാൾ തൊട്ട് എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യണമെന്ന് നമ്മുടെ സർക്കാരല്ലേ തീരുമാനിക്കുന്നത്. അവരെ പറയുന്ന തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള അധികാരവും നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈവൻ അവർക്ക് വേണമെങ്കിൽ ഒരു ടേമിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ അതേ ഒരു കാര്യമാണ് ഇവരുടെ ടേം ഓഫ് സർവീസ്, അതായത് ഡയറക്ടറിന്റെയും മറ്റ് ഓഫീസേഴ്സിന്റെയും മറ്റ് സ്റ്റാഫുകളുടെയും ടേം ഓഫ് ഓഫീസ് തീരുമാനിക്കുന്നത് യൂണിയൻ ടെറിട്ടറി, നമ്മുടെ ജമ്മു കാശ്മീരിലെ യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ് തന്നെയാണ്. ഡയറക്ടർ ആൻഡ് ഓഫീസർ ആൻഡ് സ്റ്റാഫ് സബോർഡിനേറ്റ് ടു ഹിം ഷാൽ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് ടേം and on such conditions as the government of Union Territory of Jammu Kashmir may from time to time determine. ഇനി അടുത്തത് സെക്ഷൻ 17C മുതൽ 17G വരെയുള്ള കാര്യങ്ങളാണ്. പവേഴ്സ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി. നമ്മുടെ ഈ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രോപ്പർട്ടീസ് ഒക്കെ അതിൻ്റെ ഭാഗമാവും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ DYSP അല്ലെങ്കിൽ DSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, if an officer not below the rank of DYSP of the Anti-Corruption Bureau investigating an offence committed under this act has reason to believe that, ഇനിയാണ് important, any property in relation to which an investigation is being conducted has been acquired by resorting to such acts of omission and commission which constitute an offence of criminal misconduct under section 5. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുവാണ്, DSP റാങ്കിൽ കുറയാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുവാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി അഴിമതിയിലൂടെ സമ്പാദിച്ചതാണ്, അല്ലെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് സംഭവിച്ചു എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് തോന്നുന്ന പക്ഷം ഇത് സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഷാൽ ഈ പറയുന്ന സീസ് ചെയ്യാം വിത്ത് അദ്ദേഹം. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡയറക്ടറിന്റെ പ്രയോ സാങ്ഷൻ വേണം. ഡയറക്ടറിന്റെ പ്രയോ സാങ്ഷന് ശേഷം ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യാൻ പറ്റും. മേക്ക് ആൻ ഓർഡർ സീസിങ് സച്ച് പ്രോപ്പർട്ടി ആൻഡ് വേർ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. ഇനി where it is not practical to seize such property, make an order. ഇപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അതിന് അധികാരമുള്ള ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ടാവും. അപ്പം ആ ഒരു അതോറിറ്റിയോട് ഈ പറയുന്ന കാര്യം പറഞ്ഞു ആ ഒരു അതോറിറ്റീനെ കൊണ്ട് സീസ് ചെയ്യിപ്പിക്കുക. ആ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആയിരിക്കും സീസ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് വേർ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ, നമുക്കൊന്നുകൂടെ വായിക്കാവേ. വേറെ അതങ്ങനെ പ്രാക്ടിക്കബിൾ ആവാത്ത സാഹചര്യത്തിൽ make an order of attachment directing that such property shall not be transferred or otherwise dealt with except with the prior permission of the officer making such order or of the designated authority to be notified by the government of Union Territory of Jammu Kashmir. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറി ഓഫ് ഗവൺമെന്റ് കാശ്മീരിൽ, ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ ഗവൺമെന്റ് അസൈൻ ചെയ്തിരിക്കുന്ന ഇതിന് അധികാരമുള്ള ഒരു അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥന് പിന്നീട് ഈ ഒരു കാര്യം സീസ് ഒക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും പിന്നെ ഇതിന്റെ കസ്റ്റോഡിയൻ. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇനി അടുത്ത നമ്മൾ വരുന്ന സ്ലൈഡ്സിലുണ്ട്, ഒരു 3 മാസം, അതായത് ഇനിയുള്ള ഒരു 90 ദിവസത്തേക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫറിങ്ങും നടക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ശുപാർശ നമ്മുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നൽകാവുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് നൽകാവുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി, ഈ ഒരു ഓർഡറിൻ്റെ ഒരു കോപ്പി കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തി, ആരുടെ പേരിലാണോ ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു വ്യക്തിക്കും നൽകണം. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഭാഗം കേൾക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രൊവൈഡഡ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മേ അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏത് സമയത്താണെങ്കിലും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുവാണ്
ഈ അന്വേഷണത്തിനിടയിൽ ഈ ഒരു പ്രോപ്പർട്ടി കൈമാറാൻ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി പ്രോസിക്യൂഷൻ നടപടികളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുവാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇത് അഴിമതിയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് വേറെ ആരുടെയെങ്കിലും പേരിൽ മറിച്ച് വിൽക്കാനോ മാറ്റാനോ ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇതേപോലെ ഇരിക്കുവാണ് എങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ദോഷകരമാവുന്ന രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്ന പക്ഷം അടുത്ത 90 ദിവസത്തേക്ക് ഒരു തരത്തിലുള്ള ട്രാൻസ്ഫറും ഈ ഒരു വസ്തുവിന്മേല് ഈ ഒരു പ്രോപ്പർട്ടിക്ക് മേല് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കാവുന്നതാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് സമർപ്പിക്കുന്ന കേസ് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ള റിപ്പോർട്ട് ഉൾപ്പെടെയാണ് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൈമാറുന്നത്. വിത്ത് എ ഡിഫൈൻഡ് പ്രോസിക്യൂഷൻ ഇൻ കേസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് നടപടികൾക്ക് അത് ദോഷകരമായി ബാധിക്കും. കേസ് ഡയറക്റ്റ് ദാറ്റ് സച്ച് പ്രോപ്പർട്ടി ഷാൽ നോട്ട് ബി ട്രാൻസ്ഫേർഡ്, അല്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കരുത് അടുത്ത 90 ദിവസത്തേക്ക്. ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ എക്സെപ്റ്റ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി പ്രയർ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ശരിക്കും അദ്ദേഹം തന്നെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇങ്ങനെ ഒരു കാര്യം സീസ് ചെയ്തു എന്നുള്ള കാര്യം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുൻപാകെ 48 മണിക്കൂറിനുള്ളിൽ അറിയിച്ചിരിക്കണം. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി സീസ് ചെയ്തിട്ടുണ്ട്, അത് ഇതാണ് പ്രോപ്പർട്ടി, ഇന്നതാണ് കാരണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന റിപ്പോർട്ട് ഉൾപ്പെടെ 48 മണിക്കൂറിനകത്ത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ അറിയിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 48 മണിക്കൂർ. ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഷാൽ ഇൻഫോം ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി വിത്തിൻ 48 മണിക്കൂർ. ഓർത്ത് വെച്ചോളുക, 48 മണിക്കൂർ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ വിവരാവകാശ നിയമത്തിൽ ജീവനും സ്വത്തിനും ഒക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതേ 48 മണിക്കൂർ ഓർത്ത് വെച്ചാൽ മതി. തമ്മിൽ ബന്ധമില്ല, ഈ 48 മണിക്കൂറിന് മാത്രമേ ആ വേർഡിങ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ചുമ്മാ പറഞ്ഞു. അപ്പോൾ വിത്തിൻ 48 hours ഓഫ് ദ സീഷർ ഓഫ് ഓർ അറ്റാച്ച്മെന്റ് ഓഫ് സച്ച് പ്രോപ്പർട്ടി ടുഗദർ വിത്ത് എ റിപ്പോർട്ട് ഓഫ് ദ സർക്കംസ്റ്റൻസസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സീഷർ നടന്നത്, അതിൻ്റെ കാരണങ്ങൾ, ഈ പറയുന്ന പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, അതിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇതെല്ലാം ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് സമർപ്പിക്കണം. ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് പിന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ ആയി വരുന്നത്. അപ്പോൾ ഈ ഒരു ഉത്തരവ്, അതായത് ഈ പറയുന്ന സീഷർ, ഈ പ്രോപ്പർട്ടി എടുത്തത് സീസ് ചെയ്തത് വേണമെങ്കിൽ കൺഫേം ചെയ്യാം, ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അത് ശരിവെക്കാം, അല്ല എങ്കിൽ ആ ഒരു ഉത്തരവ് അല്ലെങ്കിൽ തീരുമാനം റദ്ദാക്കാം. ഈ 2 അധികാരവും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്കുണ്ട്. അല്ലെങ്കിൽ കേസ് തീരുന്നത് വരെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് അതിൻ്റെ കസ്റ്റോഡിയനായി ഇരിക്കാവുന്നതുമാണ്. അപ്പോൾ ഇറ്റ് ഷാൽ ബി ഓപ്പൺ ടു ദ അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കേട്ടോ. designated authorities, it shall be open to the designated authority before whom the seized or attached properties are produced. Either to confirm, ഒന്നെങ്കിൽ അദ്ദേഹം കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഉത്തരവ് റദ്ദാക്കാം. ദ ഓർഡർ ഓഫ് സീഷർ 30 ദിവസത്തിനുള്ളിൽ ആ ഒരു കാര്യം അദ്ദേഹം ചെയ്തിരിക്കും. 30 ദിവസത്തിനുള്ളിൽ. പ്രൊവൈഡഡ് ദാറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു യഥാർത്ഥ കസ്റ്റോഡിയൻ ഉണ്ടായിരുന്നല്ലോ, അതായത് പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ ഓണർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഉത്തരവ് ഫൈനൽ ആവുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ് ഷാൽ ബി അഫോർഡഡ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആൻഡ് ദ പേഴ്സൺ ടു ഹും. ഈ രണ്ടുപേരുടെയും, മെയിനായിട്ട് നമ്മുടെ ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെയാണ്, നമ്മുടെ രണ്ടുപേരുടെയും, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെയും അതേപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെയും ഭാഗം കേൾക്കണം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ടിൽ ഡിസ്പോസൽ ഓഫ് ദ കേസ് ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതേപോലെ തന്നെ കേസ് അവസാനിക്കുന്നവരെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഈ ഒരു പ്രോപ്പർട്ടിയുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം. അദ്ദേഹമാണ് പിന്നെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി, നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പൊതുവേ നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്, വസ്തു, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടി, ഇപ്പോൾ വിലപിടിപ്പുള്ള ചിലപ്പോൾ ആഭരണം പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാധനം അതെല്ലാം വരും. ഇപ്പം ഈ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ ഇമൂവബിൾ പ്രോപ്പർട്ടി, വീട് പോലെയുള്ള സാധനങ്ങളെ പറ്റി എടുത്ത് വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഇമൂവബിൾ പ്രോപ്പർട്ടി ആണ് എങ്കിൽ
എന്താണ് ഇതേ കാര്യം തന്നെയാണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ മുൻപാകെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സമർപ്പിക്കണം. അദ്ദേഹം തന്നെയാണ് കസ്റ്റോഡിയൻ. എനി പേഴ്സൺ അഗ്രീഡ് ബൈ ആൻ ഓർഡർ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ ആദ്യം ഉണ്ടായിരുന്ന ഓണറിനെ അറിയിക്കണം, അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒറിജിനൽ ഓണർ വരുന്നു, എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം, ഇന്ന അത്യാവശ്യങ്ങളുണ്ട്, ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനലായിട്ട് ഓണർ, ഈ പ്രോപ്പർട്ടിയുടെ ഓണർ വന്ന ഒരു അപേക്ഷ നമ്മുടെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ് എങ്കിൽ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് അത് ഗ്രാൻഡ് ചെയ്യാം അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരം വരുന്നതാണ്. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആക്ടിംഗ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് റിക്വയർഡ് ഫോർ മേക്കിംഗ് എ ഫുൾ ആൻഡ് ഫെയർ എൻക്വയറി ഇൻ ടു ദ മാറ്റർ ബിഫോർ ഇറ്റ്. അപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ ഹിയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ആദ്യമുണ്ടായിരുന്ന ഓണറിന്റെ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനും അതേപോലെ തന്നെ തെളിവുകൾ കളക്ട് ചെയ്യാനും മറ്റ് പബ്ലിക് ഓഫീസുകളിൽ നിന്നുള്ള തെളിവ് ശേഖരിക്കാനും അതിന്റെ കോപ്പി എടുക്കാനും ഏതെങ്കിലുമൊക്കെ വിറ്റ്നസിനെ വിളിച്ചു വരുത്തി ഹാജരാക്കി അവരുടെ കയ്യിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം നമ്മുടെ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്കുണ്ട്. അതാണ് പറഞ്ഞത്, സിവിൽ കോടതിയുടെ അധികാരങ്ങൾ വരുന്നതാണ്. ഇനി 17D വരുന്ന സമയത്ത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ ഉത്തരവിൻ മുകളിലുള്ള അപ്പീൽ. ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ ഉത്തരവിനിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കാണുമല്ലോ. അങ്ങനെ അപ്പീൽ കൊടുക്കാനുള്ളത് സ്പെഷ്യൽ ജഡ്ജിനാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കോർട്ട് സ്പെഷ്യൽ ജഡ്ജൊക്കെ ഇല്ലേ, ആ സ്പെഷ്യൽ ജഡ്ജിനാണ് അപ്പീൽ കൊടുക്കാവുന്നത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ ഉത്തരവിന്മേൽ ആക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് 1 മാസത്തിനുള്ളിൽ സ്പെഷ്യൽ ജഡ്ജിന് മുൻപാകെ എന്ത് നൽകാം? സ്പെഷ്യൽ കോടതിയിൽ അപ്പീൽ നൽകാം. കൺഫേം. നമ്മുടെ ഈ സ്പെഷ്യൽ ജഡ്ജിന് ഒന്നെങ്കിൽ ഈ പറയുന്ന ഉത്തരവ് ശരിവെക്കാം അല്ലെങ്കിൽ റദ്ദാക്കാവുന്നതാണ്. നോർമൽ കേസ് ഉത്തരവ് ശരിവെക്കാം അല്ലെങ്കിൽ റദ്ദാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓർഡർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് സീഷേഴ്സ് ഓ മെയ്ഡ് ആൻഡ് റിവോക്ക് സച്ച് ഓർഡർ ആൻഡ് റിലീസ് ദ പ്രോപ്പർട്ടി. ഇപ്പോൾ റിവോക്ക് ചെയ്ത് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി റിലീസ് ചെയ്യാം. ഓർ പാസ് സച്ച് ഓർഡർ ആസ് ഇറ്റ് മേ ഡീം ജസ്റ്റ് ആൻഡ് പ്രോപ്പർ വിത്ത് എ പെയ്ഡ്. 60 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫൈനൽ ഉത്തരവ്, ഈ അപ്പീലിന്റെ ഉത്തരവ് നൽകിയിരിക്കണം സ്പെഷ്യൽ ജഡ്ജ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വേറെ എനി പ്രോപ്പർട്ടി ഈസ് സീസ്ഡ് ഓർ അറ്റാച്ച്ഡ് ആൻഡ് ദ സ്പെഷ്യൽ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് അബൌട്ട് സച്ച് സീഷർ ഓർ അറ്റാച്ച്മെന്റ്. ഇപ്പം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈ ഒരു സീഷർ കറക്റ്റ് ആണ്, സീഷർ ചെയ്തത് നന്നായി എന്നുള്ള അഭിപ്രായം സ്പെഷ്യൽ ജഡ്ജിന് അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്ടിന് ഉണ്ടാവുന്ന പക്ഷം ഇത് കണ്ടുകെട്ടാനുള്ള ഉത്തരവ്, ഫോർഫീച്ചർ കണ്ടുകെട്ടാൻ, ഈ വസ്തുവകകൾ കണ്ടുകെട്ടാൻ, അതായത് അത് ഏതെങ്കിലും അനധികൃതമായിട്ടുള്ള അൺലോഫുൾ ആയിട്ടുള്ള ഇലീഗൽ രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നത് അല്ലെങ്കിൽ സമ്പാദിച്ചു കൂട്ടിയത് ഏതെങ്കിലും ഒരു വ്യക്തി എന്ന് കോടതിക്ക് മനസ്സിലാവുന്ന പക്ഷം ഈ ഒരു സാധനം കണ്ടുകെട്ടി സർക്കാരിലേക്ക് വിടാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സ്പെഷ്യൽ കോർട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ ഒരു ഉത്തരവ് ശരിയാണെങ്കിൽ ഇവൻ അത് കണ്ടുകെട്ടാനുള്ള അധികാരവുമുണ്ട്. Forfeiture of such property, whether or not the person from whose possession it is seized or attached is prosecuted in the special court. ഇത്രയേ ഉള്ളൂ. Shall be competent for the special courtന് ഇതിന് മുകളിലുള്ള ഉത്തരവ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പെറിഷബിൾ പ്രോപ്പർട്ടി ആണ് എങ്കിൽ അത് വിൽക്കാനുള്ള അധികാരമുണ്ട്, വിൽക്കാനുള്ള ഉത്തരവ് നൽകാവുന്നതാണ്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പം ഈ പ്രോപ്പർട്ടിയെ നോക്കി നടത്താൻ വേണ്ടി ഒരു റിസീവറിനെയോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെയോ അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയനോ ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ കോടതിയിലുള്ള ഒരു വക്കീലിനെയോ അലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്, ഡെപ്യൂട്ട് ചെയ്യാവുന്നതാണ്. നോമിനേറ്റിംഗ് എനി ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ദ കേസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ടു പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഓർ സച്ച് പ്രോപ്പർട്ടി സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആസ് മേ സ്പെസിഫൈഡ് ബൈ ദ സ്പെഷ്യൽ കോർട്ട്. ഇനി 17E വരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടുകെട്ടുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന ഓണറിന് നോട്ടീസ് കൊടുക്കണ്ടേ, കാരണം കാണിക്കൽ നോട്ടീസ് വേണ്ടേ. ഇപ്പം ഞങ്ങൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവിറക്കാൻ പോകുകയാണ്, കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് തടയണമെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആക്ഷേപമുണ്ട് എങ്കിൽ അത് ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിച്ചു കൊണ്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നൽകാൻ വേണ്ടി
ആവശ്യപ്പെടാം. അപ്പോൾ ഈ കാരണം കാണിക്കൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സ്പെഷ്യൽ കോടതിക്കുണ്ട്. അതാണ് 17E എന്ന് പറയുന്നത്. No order under subsection 2 of section 17D shall be made by the special court. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവേ. Unless the person holding or in possession of such property is given a notice in writing informing him of the grounds on which it is proposed to forfeit such property and such person is given an opportunity of making a representation in writing. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാനും അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ തന്നെ, ആ ഷോക്ക് കോസ് നോട്ടീസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇനി ഒരു സംഭവം, ഒരു എക്സംഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയെ ഇങ്ങനെ ഒരു അഴിമതിയിലൂടെ വന്ന ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇതുമായി ഒരു ഒഫൻസിൽ കിടക്കുന്ന പ്രോപ്പർട്ടി ആണെന്ന് അറിയാതെ ഏതെങ്കിലും ഒരു വ്യക്തി പൈസ നൽകി തന്നെ, അതായത് ഒരു ദുരുദ്ദേശവും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് പൈസ നൽകി ഒരു വ്യക്തി മേടിച്ചു എന്ന് വിചാരിക്കും. അതായത് പ്രോപ്പറായിട്ട് ഒരു രജിസ്ട്രേഷൻ ഒക്കെ വഴി തന്നെയാണ് ആ ഒരു പ്രോപ്പർട്ടി മേടിച്ചത്. പക്ഷെ ഇങ്ങനെ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ട് എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി സീഷർ ചെയ്യാറില്ല. അപ്പോൾ അതൊരു എക്സംഷനാണ് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് തന്നെയാണ് ഒരു വ്യക്തി ഈ ഒരു പ്രോപ്പർട്ടി, അതായത് അറിയാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് ആ ഒരു വ്യക്തി മേടിച്ചത് എങ്കിൽ പിന്നീട് സീഷർ നടപടി അല്ലെങ്കിൽ കോൺഫിസ്കേറ്റിംഗ് നടപടി അല്ലെങ്കിൽ കണ്ടുകെട്ടൽ ഫോർഫീച്ചർ നടപടികൾ പിന്നീട് കൊണ്ടുപോകത്തില്ല. അപ്പോൾ ആ ഒരു എക്സംഷനാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. If the person holding or in possession of such property establishes that he is a bona fide transferee, ഇതാണ് പറയുന്നത്, bona fide transferee ആണ് എങ്കിൽ of such property for value without knowing that such അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, ഇങ്ങനെ ഒരു അഴിമതിയിലൂടെ സമ്പാദിച്ച ഒരു പ്രോപ്പർട്ടി ആണെന്ന് അറിയാതെയാണ് ആ ഒരു വ്യക്തി ഇത് മേടിക്കുന്നത് എങ്കിൽ പിന്നീട് ഈ കോൺഫിസ്കേറ്റിംഗ് അല്ലെങ്കിൽ കണ്ടുകെട്ടൽ നടപടി മുന്നോട്ട് പോകത്തില്ല. ഇനി അടുത്ത 17F അപ്പീൽ. ഇപ്പം സ്പെഷ്യൽ കോടതിയിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവിൻ മുകളിൽ ആക്ഷേപമുള്ള ഏതൊരു വ്യക്തിക്കും വീണ്ടും ഹൈക്കോടതിയിലേക്ക് അപ്പീൽ നൽകാവുന്നതാണ്. നമ്മളിവിടെ പറയുന്നത് ജമ്മു കാശ്മീർ യൂണിയൻ ടെറിട്ടറിയുടെ കാര്യമാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ ഹൈക്കോർട്ടിൽ അപ്പീൽ നൽകാവുന്നതാണ് 1 മാസത്തിനുള്ളിൽ. സ്പെഷ്യൽ ജഡ്ജിയുടെ ഉത്തരവിൻ മുകളിൽ ആക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് 1 മാസത്തിനുള്ളിൽ ജമ്മു കാശ്മീരിലെ ഹൈക്കോർട്ടിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഹൈക്കോർട്ടിനും ഇതേ കാര്യം തന്നെയാണ്. ഹൈക്കോർട്ടിന് ഒന്നെങ്കിൽ ഉത്തരവ് ശരിവെക്കാം, അല്ലെങ്കിൽ ഉത്തരവ് റദ്ദാക്കാം. വീണ്ടും അവർക്കും ഈ പറയുന്ന കണ്ടുകെട്ടാനുള്ള അനുവാദം, കണ്ടുകെട്ടാനുള്ള ഉത്തരവൊക്കെ ഇറക്കാനുള്ള അധികാരമുണ്ട്. ഹൈക്കോടതിയാണല്ലോ. ഇനി അപ്പോൾ ഇവിടെ ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി കണ്ടുകെട്ടി അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തെന്ന് വിചാരിക്കാം, ഡിസ്പോസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഹൈക്കോടതി കണ്ടെത്തുവാണ് ഈ പ്രോപ്പർട്ടി ശരിക്കും ആ ഒറിജിനൽ ഓണറിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണമായിരുന്നു. ഈ പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്തത് തെറ്റായ ഒരു തീരുമാനം അല്ലെങ്കിൽ തെറ്റായ ഒരു ഉത്തരവായിരുന്നു എന്ന് ഹൈക്കോടതിക്ക് തോന്നുവാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശരിവെക്കാം. ശരിവെച്ചാൽ പിന്നെ വേറെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു ഉത്തരവ് തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് റദ്ദാക്കുന്നു ഹൈക്കോടതി റദ്ദാക്കുന്നു. പക്ഷേ ആ മീൻ ടൈമിൽ തന്നെ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ പ്രോപ്പർട്ടി തിരിച്ച് ഓണറിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യം വന്നാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുഴുവൻ തുകയും എന്ന് മുതലാണോ ഈ ഒരു പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സീസ് ചെയ്തത് ആ ദിവസം മുതലുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്ത്, അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്തുള്ള ഒരു പൈസ ഈ ഓണറിന് കൈമാറണം. ഒറിജിനൽ ഓണറിന് ആണോ അത് കിട്ടേണ്ടിയിരുന്നത് ആ ഒരു വ്യക്തിക്ക് കൈമാറണം. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അത് ഹൈക്കോടതിയുടെ മാത്രം ഒരു കേസിലാണ് വരുന്നത്, സ്പെഷ്യൽ കോടതിയിൽ അത് വരുന്നില്ല. Where any order under section 17D is modified or annulled by the High Court, or where in a prosecution instituted for the contravention of provisions of this act, the person against whom an order of the special court has been made is acquitted, such property shall be returned to him. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടി വരുമ്പോൾ റിട്ടേൺ ചെയ്യണം. And in either case, if it is not possible for any reason to return the forfeited property, such person shall be paid the price therefore
ആസ് ഇഫ് ദ പ്രോപ്പർട്ടി ഹാസ് ബീൻ സോൾഡ്. സർക്കാരിന് വിറ്റു എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ പൈസയും വിത്ത് റീസണബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഫ്രം ദ ഡേറ്റ് ഓഫ് സീഷർ, സീസ് ചെയ്ത അന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്തുള്ള എമൗണ്ട് ആ ഒരു വ്യക്തിക്ക് കൈമാറണം. ഇനി അടുത്ത 17G വരുന്ന സമയത്ത് ഓർഡർ ഓഫ് ഓഫീസർ നോട്ട് ടു ബി ഇന്റർഫിയർ വിത്ത് അതർ പണിഷ്മെന്റ്സ്. ഇപ്പൊ ഈ അഴിമതിയിലൂടെ സമ്പാദിച്ച ഒരു പ്രോപ്പർട്ടി കണ്ടുകെട്ടി എന്നുള്ള കാരണത്താൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റുന്ന മറ്റ് ശിക്ഷാ നടപടികളെ ബാധിക്കത്തില്ല. അദ്ദേഹം ഈ പറയുന്ന ഒരു അഴിമതി നടത്തി, ഇപ്പൊ 3 വർഷം ശിക്ഷ അദ്ദേഹത്തിന് അല്ലെങ്കിൽ 4 വർഷം ശിക്ഷ കോടതി വിധിച്ചു. ആ ഒരു ശിക്ഷയ്ക്ക് യാതൊരുവിധ തടസ്സങ്ങളും വരുന്നില്ല. ആ ഒരു ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്തു, സീസ് ചെയ്തു എന്നുള്ള കാരണത്താൽ മറ്റ് ശിക്ഷാ നടപടികൾക്ക് യാതൊരു തരത്തിലുള്ള ഇളവും ആ ഒരു അക്യൂസ്ഡിന് ലഭിക്കത്തില്ല. അപ്പൊ അതാണ് 17G വരുന്ന സമയത്ത് Order of officer made under this act by special court shall not prevent the infliction of any other punishment to which the person affected thereby is liable under this act. ഇനി ബാങ്കേഴ്സ് ബുക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 18 പറയുന്നത്. ബാങ്കേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജേണൽ, ലെഡ്ജർ ഇതൊക്കെയാണ്. സെയിൽസ് ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ പൊതുവെ ഈ BCom MCom ഇങ്ങനെയുള്ള പഠിച്ച ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ബാങ്കേഴ്സ് ബുക്ക്, ഈ സാധനങ്ങൾ ലെഡ്ജർ, ജേണൽ ഇതൊക്കെ എഴുതാനൊക്കെ അറിയാമായിരിക്കും. അതാണ് ബാങ്കേഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. മൊത്തവേ അക്കൗണ്ട്സിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പ്രതിയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ, ജേണൽ പോലെയുള്ള അക്കൗണ്ട്സ്, അപ്പൊ ഇതൊക്കെ പരിശോധിക്കണമെന്ന് തോന്നുന്ന പക്ഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ബാങ്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ if from information received or otherwise a police officer has reason to suspect the commission of an offence which he is empowered to investigate may inspect any banker's book insofar as they relate to the accounts of the person suspected. സസ്പെക്റ്റിന്റെ മാത്രമല്ല, സസ്പെക്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അതിന്റെ സർട്ടിഫൈഡ് കോപ്പീസ് എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഈ പോലീസിന് അതിനുള്ള എല്ലാ അസിസ്റ്റൻസും നൽകണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ SP റാങ്കിൽ കുറഞ്ഞ ഒരാൾക്ക് ഇതിനുള്ള അധികാരം ഇല്ല. ഈ ബാങ്കേഴ്സ് ബുക്കൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല. അല്ലെങ്കിൽ SP റാങ്കിലുള്ള ഒരു ആള് ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ കോപ്പീസ് ഒക്കെ എടുക്കാൻ അധികാരമുള്ളൂ. ബാങ്കേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലെഡ്ജർ, ഡേ ബുക്ക്, ക്യാഷ് ബുക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. ഇവിടെ ഇത് മാത്രമല്ല, ഈ ബാങ്കേഴ്സ് ബുക്ക് മാത്രമല്ല, മറ്റ് അക്കൗണ്ട്സുകൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ചാപ്റ്റർ 4A അറ്റാച്ച്മെന്റ് ആൻഡ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. അറ്റാച്ച്മെന്റ് ആൻഡ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ഇതിൽ സെക്ഷൻ 18E ആണ് വരുന്നത്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന അറ്റാച്ച്മെന്റിലും ഫോർഫീച്ചറിലും പ്രൊവിഷൻസ് ഓഫ് ക്രിമിനൽ ലോ അമെൻമെന്റ് ഓർഡിനൻസ് 1944 ആപ്ലിക്കബിൾ ആണ്. ക്രിമിനൽ ലോ അമെൻമെന്റ് ഓർഡിനൻസ് 1944 ആപ്ലിക്കബിൾ ആണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ചാപ്റ്റർ 5 വരുന്ന സമയത്ത് സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ ആൻഡ് അതർ മിസ്ലീനിയസ് പ്രൊവിഷൻസ്. അപ്പോൾ പല ആൾക്കാർക്കെതിരെയും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പല ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രയോ സാങ്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം പല റാങ്കിന് ഒരു പർട്ടിക്കുലർ റാങ്കിന് മുകളിലുള്ള സർക്കാർ ജീവനക്കാരാണ് എങ്കിൽ അവർക്ക് കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് പ്രയോർ പെർമിഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നല്ല ഉദ്ദേശത്തോടെ, സദുദ്ദേശത്തോടെ ചെയ്ത കാര്യങ്ങൾ അത് തടസ്സപ്പെടാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഉള്ളൊരു പ്രൊവിഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, ചില എക്സംഷൻസ് ഉള്ള, ഇപ്പം നമ്മുടെ ചില എക്സംഷൻസ് ഒഴിച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ് എങ്കിൽ ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ റാങ്കിന് മുകളിലാണ് എങ്കിൽ അവർക്ക് എതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്റ്റാർട്ട് ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം. എന്നാൽ മാത്രമേ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. പ്രോസിക്യൂഷൻ ഓർത്ത് വെച്ചോളുക, പ്രോസിക്യൂഷൻ നടപടി. ഈ സെക്ഷൻ 19 കുറച്ച് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സാധനമാണ്. സെക്ഷൻ 19 കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ളതാണ്. നമ്മളിനി ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് പഠിക്കും ഇതുമായി ബന്ധപ്പെട്ട്, ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ്. അപ്പം ഇനി അടുത്ത ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണ് പറയുന്ന. ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരാണെങ്കിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രയോ സാങ്ഷൻ ഇല്ലാണ്ട്
തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രയോർ സാങ്ഷൻ വേണം. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം വരുന്ന സമയത്തും ഇതേപോലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നതും, അതേപോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തികൾക്കെതിരെയാണെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി. ഇപ്പോൾ മൂന്നാമത്തെ ഈ ഒരു കേസിൽ വരുന്ന കേസ് എന്ന് വെച്ചാൽ, ഈ ഒരു കേസിൽ ഓഫ് എനി അതർ പേഴ്സൺ ഓഫ് അതോറിറ്റി കോമ്പീറ്റന്റ് ടു റിമൂവ് ഹിം ഫ്രം ഓഫീസ്. ഇനി സെക്ഷൻ 20 വരുന്ന സമയത്ത് പ്രിസംഷൻ വെയർ പബ്ലിക് സർവൻസ് അക്സെപ്റ്റ്സ് എനി അൺഡ്യൂ അഡ്വാൻറ്റേജ്. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പൊതു സേവകനെതിരെ ഒരു അഴിമതി ആരോപണം വരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു അഴിമതി നടത്തി, പബ്ലിക് സർവന്റ് അഴിമതി നടത്തി എന്നുള്ള മുൻവിധിയോട് കൂടെ തന്നെയാണ് പ്രൊസീഡിങ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ ട്രയൽ നടക്കുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പബ്ലിക് സർവന്റിനെതിരെ ഒരു അഴിമതി ആരോപണം വരുന്നു. ഈ ഒരു പബ്ലിക് സർവന്റ് അഴിമതി നടത്തി എന്നുള്ള ഒരു പ്രിസംഷനിൽ തന്നെ ആയിരിക്കണം ഈ ഒരു പ്രൊസീഡിങ്സും ട്രയലും നടക്കുന്നത്. ഇതാണ് ഈ ഒരു പ്രിസംഷൻ. Wherein any trial of an offence punishable under section 7 or under section 11, it is proved that a public servant accused of an offence, ഇപ്പോൾ ഈ ഒരു വ്യക്തി ചെയ്തു എന്നുള്ള ഒരു മുൻവിധിയോട് തന്നെയാണ് ഈ പറയുന്ന ട്രയലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അൺലെസ് പ്രൂവ്ഡ്, ഇനി that he accepted or obtained or attempted to obtain that undue advantage as a motive or reward under section 7 for performing ഒരു improper ആയിട്ട് dishonest ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി അക്യൂസ് പേഴ്സൺ ടു ബി എ കോമ്പീറ്റന്റ് വിറ്റ്നസ്, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തി, അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ഈ ഒരു കാര്യം, ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ഉള്ള എവിഡൻസ് നൽകാനുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗം സമർത്ഥിക്കാനുള്ള അധികാരമുണ്ട്. അതായത് ഒരു ദൃക്സാക്ഷി പോലെ, ഒരു വിറ്റ്നസ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമോണി അദ്ദേഹത്തിന് അവിടെ പറയാം. ഒരു വിറ്റ്നസ് പോലെ തന്നെ അദ്ദേഹത്തിന് പറയാവുന്നതാണ്. ഇതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്, നോക്കാം. എനി പേഴ്സൺ ചാർജ്ഡ് വിത്ത് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി കോമ്പീറ്റന്റ് വിറ്റ്നസ് ഫോർ ദ ഡിഫൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തിന്, അതായത് പ്രതിഭാഗത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു വിറ്റ്നസ് ആയിട്ടാക്കിയ, പ്രതിഭാഗത്തിന് വേണ്ടി, അതായത് ഈ അക്യൂസ്ഡിന് വേണ്ടി തന്നെ ഒരു ദൃക്സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് പറയാം. ആൻഡ് മേ ഗീവ് എവിഡൻസ് ഓൺ ഓത്ത്, സത്യവാങ്മൂലത്തിന് മുകളിൽ എവിഡൻസ് അദ്ദേഹത്തിന് സമർപ്പിക്കാം. അപ്പോൾ അദ്ദേഹം ഇപ്പം ഒന്നിൽ കൂടുതൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന മറ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാവുന്നതാണ്. പ്രൊവൈഡഡ് ദാറ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള അയാളുടെ റിക്വസ്റ്റിന്റെ പുറത്ത് മാത്രമേ അദ്ദേഹത്തിന് ഒരു വിറ്റ്നസ് ആയിട്ട് അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്, ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വിറ്റ്നസ് ആയി ഒരു എവിഡൻസ് നൽകാൻ പറ്റുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ ഭാഗം ശരിയാണ്, പ്രതിയുടെ ഭാഗം ശരിയാണ്, അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു എവിഡൻസ് അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ അദ്ദേഹമാണ് തെറ്റുകാരൻ എന്ന് പ്രോസിക്യൂഷന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ പ്രതിഭാഗത്തിലുള്ള അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹം ഒരു വിറ്റ്നസ് ആയി അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എവിഡൻസ് അദ്ദേഹത്തിന് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഉള്ള ഒരു കാരണത്താൽ പ്രോസിക്യൂഷന് ആ ഒരു വ്യക്തി തന്നെയാണ് തെറ്റുകാരൻ എന്ന് വാദിക്കാൻ പറ്റില്ല. against him or any person charged together with him in the same trial. അതേപോലെ തന്നെ ഈ ഒരു പ്രൊസീഡിങ്സ് നടക്കുന്ന അല്ലെങ്കിൽ ട്രയൽ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രോസിക്യൂഷൻ ഈ ഒരു കുറ്റം അല്ലാണ്ട് അദ്ദേഹം പണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുറ്റത്തിനെ പറ്റി, ഏതെങ്കിലും ഒരു ചെയ്തിട്ടുള്ള ഒരു കുറ്റം, ആ ഒരു കുറ്റത്തിന് മുകളിൽ അദ്ദേഹം ചിലപ്പോൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം പ്രോസിക്യൂഷൻ ഈ ഒരു സമയത്ത് ചോദിച്ചാൽ ഈ ഒരു അക്യൂസ്ഡിന് അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. അതായത് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇതിനു മുന്നേ അദ്ദേഹം ഏതെങ്കിലും ഒരു ഒഫൻസിന് തെറ്റുകാരനായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ടാവാം. ആ ഒരു കാര്യം ഈ ട്രയലിൻ്റെ ഇടയിൽ പ്രോസിക്യൂഷന്
പ്രോസിക്യൂഷൻ ചോദിക്കുവാണെങ്കിൽ പ്രതിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, യാതൊരുവിധ നിർബന്ധവുമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, അതാണ് സിയിൽ വരുന്നത്. ഇനി 24 വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് ബൈ ബ്രൈബ് ഗിവർ നോട്ട് ടു സബ്ജക്ട് ഹിം ടു പ്രോസിക്യൂഷൻ. അതായത് കൈക്കൂലി നൽകിയ ആളുണ്ടല്ലോ, കൈക്കൂലി നൽകിയ ആൾ അദ്ദേഹത്തിനെ പ്രതിയാക്കരുത് എന്നുള്ള ഒരു സംഭവമാണ്. ഇത് 2018 ഭേദഗതിയിൽ മാറ്റിയായിരുന്നു. 2018 ഭേദഗതിയിൽ മാറ്റി. ഇനി അടുത്ത സെക്ഷൻ 25 വരുന്ന സമയത്ത് മിലിറ്ററി, നേവി, എയർഫോഴ്സ് അതേപോലെ തന്നെ മറ്റ് പല പാരാമിലിറ്ററീസിനും അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പം ആ നിയമങ്ങളൊന്നും ഇതിൽ ബാധകമാകത്തില്ല, അല്ലെങ്കിൽ ആ നിയമത്തിന്റെ അധികാരങ്ങളെ ഒന്നും ഈ ഒരു അഴിമതി നിരോധന നിയമം തടസ്സപ്പെടുത്തുന്നില്ല. ഇതേ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മിലിറ്ററി ആക്ടും നമ്മുടെ എയർഫോഴ്സ് ആക്ട് 1950 അതേപോലെ നേവൽ ആക്ട് 57 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മുടെ അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന ഒരു ആക്ട് പുതുതായി വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ട് വന്നതുകൊണ്ട് ആ നിയമങ്ങളുടെ അധികാര പരിധികളൊന്നും മാറുന്നില്ല. Nothing in this act shall affect the jurisdiction exercisable by or the procedure applicable to any court or other authority under നമ്മുടെ ആർമി ആക്ട് 1950, അതേപോലെ തന്നെ എയർഫോഴ്സ് ആക്ട് 1950, ഇനി നേവി ആക്ട് 1957. ഇത് മൂന്നും ഈ വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ BSF ആക്ട് 1968, അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ആക്ട് 1978, NST ആക്ട് 1986. അപ്പോൾ ഈ നിയമങ്ങളുടെ അധികാര പരിധികളൊന്നും വെട്ടിച്ചുരുക്കുന്നില്ല. ഇനി 26 വരുന്ന സമയത്ത് നമ്മുടെ 1952 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 1952 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ടിൻ്റെ ബേസിസിൽ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരെല്ലാം തന്നെയും സ്പെഷ്യൽ ജഡ്ജസ് ആണ്. നമ്മുടെ ഇവിടെ ഈ ഒരു ആക്ടിന്റെ സ്പെഷ്യൽ ജഡ്ജസ് പറഞ്ഞല്ലോ, സ്പെഷ്യൽ ജഡ്ജസ് ആണ്, ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ജഡ്ജസ് അപ്പോയിന്റഡ് ഉണ്ട് ആക്ട് 46 ഓഫ് 1952. ആക്ട് 46 ഓഫ് 1952 എന്ന് പറയുമ്പോൾ ഇത് ക്രിമിനൽ ലോ അമെൻമെന്റ് ആക്ട് 1952 ആണ്. അപ്പോൾ ആ ഒരു നിയമപ്രകാരം അപ്പോയിന്റ് ചെയ്ത സ്പെഷ്യൽ ജഡ്ജസ് എല്ലാം തന്നെയും ഈ ഒരു നിയമത്തിന്റെ കീഴിലുള്ള സ്പെഷ്യൽ ജഡ്ജസ് ആണ്. അപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ട്രയൽ നടത്താം, അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് നടത്താം. സെക്ഷൻ 3 എന്ന് പറയുമ്പോൾ നമ്മുടെ അഴിമതിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അഴിമതി നടത്തുകയോ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ ഈ കാര്യങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. ഇപ്പോൾ സെക്ഷൻ 3യുമായി ബന്ധപ്പെട്ട കേസുകളുടെ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ട്രയൽ നടത്താനുള്ള അധികാരം നമ്മുടെ സ്പെഷ്യൽ ജഡ്ജിനുണ്ട്. ഷാൽ ബി ഡീംഡ് ടു ബി അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദിസ് ആക്ട് ഫോർ ദാറ്റ് ഏരിയ ഓർ ഏരിയാസ് ആൻഡ് accordingly on and from such commencement every such judge shall continue to deal with all the proceedings pending before him. ഇതേ കാര്യം തന്നെയാണ്. ഇനി 27 വരുന്ന സമയത്ത് അപ്പീൽ ആൻഡ് റിവിഷൻ. അപ്പോൾ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഏറ്റവും ടോപ്പ് ഗ്രാസിലുള്ള അപ്പീൽ അധികാരി എന്ന് പറയുന്ന ഹൈക്കോർട്ടാണ്. സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ദ ഹൈക്കോർട്ട് may exercise so far as they may be applicable all powers of appeal and revision. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ ഒരു ഉത്തരവിന്മേൽ ആക്ഷേപമുള്ള ഒരു വ്യക്തിക്ക് സ്പെഷ്യൽ ജഡ്ജ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഇനി സ്പെഷ്യൽ കോടതിയിൽ നിന്ന് വരുന്ന ഒരു ഉത്തരവിന്മേൽ ആക്ഷേപമുണ്ട് എങ്കിലും അതിന് മുകളിലുള്ള ഹൈക്കോടതിക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഹൈക്കോടതിയാണ് ഈ ഒരു കേസിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അപ്പീൽ അധികാരി എന്ന് പറയുന്നത്. ഇനി 28 ആക്ട് ടു ബി ഇൻ അഡീഷൻ ടു എനി അതർ ലോ. ഇതിന് മുകളിലും അധികാരി ഉണ്ട് കേട്ടോ, സുപ്രീം കോർട്ട് ഉണ്ട്. നമ്മുടെ ആക്ടിൽ ഈ പറയുന്ന ഹൈക്കോർട്ട് വരെ അത് പറയുന്നുള്ളൂ. അപ്പോൾ അഴിമതി നിരോധന നിയമം 1988 പല പ്രൊവിഷൻസും അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെടുന്ന പല പ്രൊവിഷൻസും മറ്റ് പല നിയമങ്ങളിലുമുണ്ട്. അപ്പം ആ ഒരു നിയമങ്ങളുടെ അധികാരങ്ങളെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങളുടെ അധികാരം കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ നിയമത്തിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള അഴിമതി നിരോധന നിയമം 1988 പ്രൊവിഷൻസും റൂൾസും റെഗുലേഷൻസും എല്ലാം രണ്ടും ഒരേപോലെ വാലിഡ് ആണ്. ഇത് വന്നു എന്ന് പറഞ്ഞ് വേറെ ഒരു നിയമങ്ങളുടെ അധികാരം കുറയുന്നുമില്ല, വേറൊരു നിയമങ്ങളുടെ അധികാരങ്ങൾ കൂടുന്നുമില്ല. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടുമിക്ക നിയമങ്ങളിലും ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി 29A വരുന്ന സമയത്ത് പവർ ടു മേക്ക് റൂൾസ്. കേന്ദ്ര സർക്കാരിന് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അഴിമതി നിരോധന നിയമപ്രകാരമുള്ള റൂൾസ് നിർമ്മിക്കാൻ ഈ ഒരു ആക്ടിന്റെ ബേസിസിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പ്രൊവിഷൻസിന്റെ ബേസിസിൽ റൂൾസ് നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുന്ന റൂൾസ് 30 ദിവസത്തിനകത്ത് ഈ ഒരു ആക്ട് നിലവിൽ ഇങ്ങനെ വരുന്ന ഒരു റൂൾസ് 30 ദിവസത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുൻപാകെ ഹാജരാക്കണം.
പാർലമെന്റിന്റെ സഭകൾക്ക് അത് അനുകൂലിക്കാം, റൂൾസ് അനുകൂലിക്കാം, അല്ലെങ്കിൽ റൂൾസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ പറയാം. എങ്ങനെയാണോ ഈ പാർലമെന്റിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരമായിരിക്കും പിന്നീട് ആ ഒരു റൂൾസ് വാലിഡ് ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആക്ടിൻ്റെ അകത്ത് വരുന്നത്. ഇനി കറപ്ഷൻ തടയാൻ വേണ്ടിയുള്ള മറ്റ് കുറച്ച് ആക്ടുകളാണ്. അതിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം. നമ്മുടെ ആക്ടിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നു, നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നാണ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. നമ്മുടെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായ പീയൂഷ് ഗോയൽ ആണ് ഇത് പ്രസന്റ് ചെയ്തത്. നമ്മുടെ ഗവൺമെന്റ് ബില്ലായിട്ട് വരുന്നതാണ്. നമ്മുടെ ശശി തരൂരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ ഇപ്പോഴും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകളിലൊക്കെ ഉണ്ട്. നല്ല വളരെ ഇപ്പോഴും ഈ പറയുന്ന യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം ആ 2018 പറഞ്ഞ കുറേ കാര്യങ്ങൾ പാർലമെന്റിൽ. അപ്പോൾ നമ്മുടെ ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ്, നമ്മുടെ വിജയ് മല്യ അങ്ങനെയൊക്കെയുള്ള, നീരവ് മോദി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതിൻ്റെ ഒരു പീക്ക് ടൈം ആയിരുന്ന സമയത്ത് വന്ന ഒരു നിയമമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇനി തടയാൻ വേണ്ടി. അപ്പോൾ ഇറ്റ് കവേഴ്സ് ഈ ബിനാമി ട്രാൻസാക്ഷൻസ്, കോർപ്പറേറ്റ് ഫ്രോഡ്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് വെട്ടിപ്പ്, അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതേപോലെ തന്നെ PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ. അപ്പോൾ ഈ പറയുന്ന നിയമങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു ആക്ടാണ് ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. ഇനി അടുത്തതാണ് വേറൊന്നാണ് 2014 വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട്. It provides a framework to investigate elite corruption and misuse of power by public servants and to protect persons who allege any wrongdoings. അപ്പോൾ ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരിക്കും, ആദ്യമായിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഇന്നൊരു സ്ഥലത്ത് ഇന്നൊരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമായി പുറത്ത് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കറപ്ഷൻ ആരോപണം ഉണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. പബ്ലിക് സർവൻസ് നടത്തുന്ന കറപ്ഷന് എതിരെയുള്ള ഒരു നിയമമാണ്. ഇനി ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറിയാം. ഈ പറയുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് വരും, PMO പോലും ഈ പറയുന്ന ലോക്പാലിൻ്റെ കീഴിലാണ്. ലോക്പാൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിൽ ലോകായുക്തയുമാണ്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ആക്ടിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതും ഈ അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. പിന്നെ അടുത്ത ഒരെണ്ണമാണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെയിൻസ്റ്റ് കറപ്ഷൻ. 2011 ഇന്ത്യ റാറ്റിഫൈ ചെയ്തു. ഇന്ന് ഇത് ഒരു ഗ്ലോബൽ കൺവെൻഷൻ ആണ് ഈ ഒരു സാധനം. ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ് ഗ്ലോബൽ ട്രീറ്റി അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഇനി 2005 വിവരാവകാശ നിയമം. വിവരാവകാശം ഈ അഴിമതി തടയാൻ വേണ്ടി ഒത്തിരി സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മൾ പുറത്തറിയുന്ന, ഇന്നും പല പല പ്രശ്നങ്ങളും നമ്മൾ പുറത്തറിയുന്നത് RTI എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ്. ഇപ്പോൾ പ്രൊവൈഡ്സ് ഫോർ ദ സ്മൂത്തർ ആൻഡ് ഗ്രേറ്റർ ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഇന്ത്യൻസ്. പലതരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് പുറത്തറിയാൻ പറ്റുന്ന ഈ പറയുന്ന വിവരാവകാശം എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെയാണ്. അല്ല എങ്കിൽ പല ഫയൽസുകളും പല കാര്യങ്ങളും ഒന്നും നമ്മൾ പുറം ലോകം, സാധാരണ നമ്മളെ പോലെയുള്ള പൊതുജനങ്ങൾക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം പ്രിവെന്റ് ചെയ്ത് വന്ന ഒരു ആക്ടാണ്. ഇതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ആക്ടിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്ത സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CVC ആക്ട് 2003. അപ്പോൾ ഈ പറയുന്ന ഇറ്റ് എയിംസ് ടു ബ്രിങ് അബൌട്ട് ട്രാൻസ്പെറൻസി ആൻഡ് റെസ്പോൺസീവ്നെസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. CVCയുടെ ആക്ടാണ്, വിജിലൻസ് കമ്മീഷൻ്റെ ആക്ടാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകളെ പറ്റി നമുക്ക് പഠിക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അതിൽ ആദ്യത്തത് നമ്മുടെ ഇതേ വർഷം 2026 സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ഇതിൽ 2 ജഡ്ജിമാരും 2 തരത്തിലുള്ള വിധിയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2026 എന്ന് പറയുന്ന കേസാണ്. അപ്പോൾ ഇതിൽ ആ സെക്ഷൻ 17A ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു, 19 കോൺട്രവേഴ്സിയിലാന്ന് പറഞ്ഞു. അതേപോലെ ഒരു സാധനമാണ് ഈ 17A-യും 19-ഉം തമ്മിലുള്ള ഒരു കുറച്ച് കോറിലേഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒപ്പോസിഷനൊക്കെ പറയുന്ന ഒരിതാണ്. അപ്പോൾ സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആണ് വന്നത്. 17A-യുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പറ്റിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 17A എന്ന് പറയുന്നത് 2018 ഭേദഗതി, 2 പ്രാവശ്യം നമ്മുടെ അഴിമതി നിരോധന നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2013-ലും 2018-ലും. ഈ 2018 ഭേദഗതിയിൽ വന്ന ഒരു കാര്യമാണിത്. ഇതിലെന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടെ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് തടസ്സപ്പെടാതിരിക്കാനും, അതേപോലെ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയും കൊണ്ടുവന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന പ്രയോർ പെർമിഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണം അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി.
അപ്പോൾ സെക്ഷൻ 17 ഓഫ് PCA 1988 റിക്വയർസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി CBI അല്ലെങ്കിൽ പോലീസ് പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസിന് പ്രയോർ അപ്രൂവൽ വേണം. സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പബ്ലിക് സർവൻസ് ഇൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു പബ്ലിക് സർവൻസ് ഒഫീഷ്യൽ ആക്ട്സ്. അപ്പോൾ ഈ കാര്യത്തിനെതിരെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ പ്രയോർ അപ്രൂവൽ വേണം. ഈ സെക്ഷൻ 19 എന്ന് പറയുന്ന സാധനം, ഈ സെക്ഷൻ 19ന്റെ അകത്തും ഇതേപോലൊരു കാര്യമുണ്ട്. പക്ഷേ പബ്ലിക് സർവൻസിനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ പ്രയോ പെർമിഷൻ വേണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. 17A അങ്ങനെയല്ല. ഇവർക്കെതിരെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ പോലും അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് ഒഫീഷ്യൽ ആക്ടിന് ആയി ബന്ധപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ പോലും പ്രയോ പെർമിഷൻ വേണം എന്നാണ് പറയുന്നത്. ഇത് പ്രോസിക്യൂഷൻ സ്റ്റേജിലാണ്, അത് അതിന് മുന്നെയാണ്. 17A ആദ്യമേയാണ്, 19 പ്രോസിക്യൂഷൻ സ്റ്റേജ് മുതലാണ്. അപ്പം ഇതാണ് ഒരു വ്യത്യാസം. ഇപ്പം സ്പ്ലിറ്റ് വേർഡിക്റ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇതിൽ ഒരു ജഡ്ജി എന്ന് പറയുന്ന KV വിശ്വനാഥൻ ആയിരുന്നു. അപ്പം അദ്ദേഹം ഇത് അപ്ഹോൾഡ് ചെയ്തു. അതായത് ഈ ഒരു കാര്യം നല്ലതാണ്, ഈ പറയുന്ന സദുദ്ദേശത്തോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കാര്യം നല്ലതാണ്. പിന്നെ ഇതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോക്പാൽ ആൻഡ് ലോകായുക്ത അങ്ങനെയൊക്കെയുള്ള ആക്ടിന്റെ ബേസിസിലൊക്കെ ഉള്ള കുറച്ച് എക്സംഷൻസും കാര്യങ്ങളും ഉണ്ട്. പല ആൾക്കാർ പല അതോറിറ്റിയുടെ കീഴിലാണ്, അങ്ങനെ കുറച്ച് എക്സംഷൻസ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ BV നാഗരത്ന, അദ്ദേഹം ഇത് ഒപ്പോസ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സെക്ഷൻ 19 പ്രോസിക്യൂഷൻ സ്റ്റേജിന് മുന്നേ ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്രയോ സാങ്ഷൻ വേണം. അപ്പോൾ പിന്നെ എന്തിനാണ് 17A ഇങ്ങനെ ഒരു ആവശ്യം? ഇത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ ആണ് എന്നായിരുന്നു BV നാഗരത്ന പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റ് വന്നത്. ഇനി അതിനുശേഷവും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിനുശേഷം എന്നല്ല അതിന് മുന്നേയും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് വിനീത് നരൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ നമുക്ക് വായിക്കാം. The SC struck down the single directive and executive order requiring the CBI to obtain prior sanction of the designated authority before initiating investigation against certain categories of public servants. ചില പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പബ്ലിക് സർവൻസിനെതിരെ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ CBIക്ക് ആ ഒരു പർട്ടിക്കുലർ പബ്ലിക് സർവൻസിന്റെ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് പ്രയോർ സാങ്ഷൻ മേടിക്കണം. എന്നാൽ മാത്രമേ അവർക്കെതിരെ അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യമാണ് ഇത് നമ്മുടെ സുപ്രീം കോടതി റദ്ദാക്കിയായിരുന്നു. കാരണം ഈ പറയുന്ന ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ വയലേഷൻ ആണ് എന്ന് പറഞ്ഞായിരുന്നു ചെയ്തത്. ഇനി അടുത്ത 2014 കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് നമ്മുടെ സുബ്രഹ്മണ്യം സ്വാമിയുമായി ബന്ധപ്പെട്ട, ഒരു സൈഡിൽ അദ്ദേഹമായിരുന്ന കക്ഷി, സുബ്രഹ്മണ്യം സ്വാമി വേഴ്സസ് ഡയറക്ടർ CBI എന്ന് പറയുന്ന കേസാണ്. ഇത് കുറച്ചുകൂടെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കേസായിരുന്നു. ഈ ഒരു കേസിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജോയിന്റ് സെക്രട്ടറിയും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അന്വേഷണം നടത്താനാണ് എങ്കിൽ, അത് നമ്മുടെ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ സെക്ഷൻ 6A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ സെക്ഷൻ 6A. അപ്പൊ ഇതിനകത്ത് ജോയിന്റ് സെക്രട്ടറിയും അതിന് മുകളിലുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയോർ പെർമിഷൻ വേണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെയായിരുന്നു ഈ പറയുന്ന ഒരു കേസ് വന്നത്. SC struck down SC ഈ പറയുന്ന റദ്ദാക്കുകയാണ് ചെയ്തത്. സ്ട്രക്ക് ഡൗൺ സെക്ഷൻ 6A ഓഫ് ദ DSPE Act 1946 which mandated prior central government approval to investigate officers of joint secretary rank and above. It held the provision, ഈ ഒരു പ്രൊവിഷനും റദ്ദ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഴിമതി നിരോധന നിയമം 1988 ഉള്ളത്. കമ്പാരിറ്റീവ്ലി മറ്റ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലുള്ള മറ്റ് ആക്ട് വെച്ച് നോക്കുമ്പോൾ ശകലം കൂടെ ഒരു പാടാണ്. നമ്മളെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളതൊരു ബാക്കിയുള്ള ആക്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇതൊരു 5-6 പ്രാവശ്യം പഠിക്കണം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ആക്ടാണ്. കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആക്കുമെങ്കിലും അങ്ങനെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കത്തില്ല. നന്നായി പഠിക്കുക. താങ്ക്